വിവാദ പുരുഷനാണ്, എവിടെ തൊട്ടാലും വിവാദമാണ്. അങ്ങോട്ട് തിരിഞ്ഞ വിവാദം, ഇങ്ങോട്ട് തിരിഞ്ഞ വിവാദം എന്ന് പറയുന്ന വിവാദങ്ങളുടെ രാജകുമാരാണ്. ഇങ്ങനെ വന്ന് ചേരുന്നതാണല്ലേ, ഇതൊക്കെ ആഘോഷിക്കുവാണ്. എന്താണ് അവസ്ഥ? ഇത് ലോട്ടറി അടിക്കുന്ന മാതിരി വന്ന് പോകുന്നത്. നമ്മൾ വിവാദം കരുതി കൂട്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങളല്ല. അതെന്തോ നമ്മുടെ കൂടപ്പുറപ്പാണ് വിവാദം. നമ്മളറിയാതെ തന്നെ വന്നു ചേരുന്ന നല്ല ചെയ്താലും വിവാദം ഉണ്ടാവും, ചീത്ത ചെയ്താലും വീട്ടിലിരുന്നാൽ മതി, വെറുതെ വിവാദം പാർസലായി വന്നുകൊണ്ടിരിക്കും. അങ്ങനൊരു ജാതക പോലെയാണ്. ഈ 60ാമത്തെ പിറന്നാളിന് ഒരു ഗംഭീര പാർട്ടി നടത്തി, കുറച്ച് ഗുണ്ടകളെയൊക്കെ വിളിച്ച് വീട്ടിൽ സൽക്കരിച്ച് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടി. ആരും ചെയ്യാൻ മടിക്കുന്നൊരു സംഭവമാണ് ചെയ്തേക്കുന്നത്. പോലീസുകാർ വിടാതെ പിന്തുടർന്നു. എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഈ ഗുണ്ടാസംഘങ്ങളെ എങ്ങനെ ഒപ്പിച്ച്? ഞാൻ ഗുണ്ടാസംഘങ്ങളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ല എൻ്റെ പരിപാടി. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 60ാം പിറന്നാളിന് 1300 ആളിവിടെ വന്നു. അതിലൊറ്റ സിനിമാക്കാരില്ല, ഒരൊറ്റ VIP ഇല്ല. എനിക്ക് എൻ്റെ നാട്ടിൻ്റെ മുകളിൽ ഇവിടെ 10, 60, 70 വയസ്സായ എൻ്റെ വീട്ടിൽ പണിയെടുത്തുന്നവരും എൻ്റെ വീടും എൻ്റെ അമ്മയും അച്ഛനായിട്ട് ബന്ധപ്പെട്ടവരും എൻ്റെ നാട്ടിലുള്ള സാധാരണ ജനങ്ങളെ മാത്രം വിളിച്ച് നടത്തിയൊരു പരിപാടിയാണ്. അങ്ങനെ സാധാരണ ജനമായിട്ട് കണക്കാക്കുന്ന ഞാനൊരു ഗുണ്ടയായിട്ട് ഒരുത്തിനെയും കണ്ടിട്ടില്ല. എന്നോടൊരു ഗുണ്ടായിസം കാണിച്ചിട്ടുമില്ല. ഞാൻ പല മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് പല ഹെൽപ്പും, ഷൂട്ടിംഗ് സമയത്ത് പല ലൊക്കേഷൻസിലും നമുക്ക് വേണ്ട ഹെൽപ്പ് ഇപ്പോൾ എറണാകുളത്ത് ചില ലൊക്കേഷൻസിൽ ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ ഉദയ കോളനിയിലൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി എനിക്ക് അവിടെ വിനായകനായാലും ആരായാലും സൗകര്യം ചെയ്തിട്ടുണ്ട്. കർമ്മയോഗത്തൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തൊരു പടാ. നമ്മൾ ഇത് സെറ്റപ്പിട്ടല്ല, ഞാൻ എൻ്റെ കൺട്രോളറായിരുന്നു കർമ്മയോഗത്തൊക്കെ. ഞാൻ ആ കോളനിയിലാണ് ആ ഗുണ്ട ടീമിൻ്റെ സാധനം മൊത്തം സെറ്റിട്ടത്. ആ സെറ്റിഡല്ല, അത് മൊത്തം അഭിനയിപ്പിച്ചത്. അവിടുത്തെ ഗുണ്ടകളാണ് മൊത്തം ചെയ്തത്, അതിൽ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഗുണ്ടകളെന്ന് പുറമക്കാർ പറയുന്നത്. എനിക്ക് എൻ്റെ സഹോദരന്മാരെ മാതിരിയായി. ഈ ഗുണ്ടകളെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്, പക്ഷെ കണ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ സുഹൃത്തുക്കളാണ്. അല്ല, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവരാ. ഗുണ്ടകളെന്ന് പുറമക്കാർ പറയുന്നുണ്ടെങ്കിലും സഹായ മനസ്സുള്ളവരും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഗുണ്ടകൾ ഞാനും കൂടി സിനിമയ്ക്ക് പോയിരുന്ന കരുത്തിരുന്ന ഗുണ്ട കത്തി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് ഗുണ്ടകൾ കരയൂല്ലേ? അവർ കരയുന്ന കണ്ടിട്ടുണ്ട്. ഈ പൊട്ടൻ സിനിമ കണ്ടിട്ട് ഇരുന്നിട്ട് പൊട്ടി കരയുന്നു. അപ്പോൾ അവരുടെ മനസ്സിലൊന്നുമില്ല, അവർ സാഹചര്യം കൊണ്ട് എന്തൊക്കെ ആവുന്നു. അതിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു ഗുണ്ടായുസം ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു പിറന്നാൾ നടത്തിയപ്പോഴേക്കും എൻ്റെ പേരിൽ ഇഷ്ടംമാതിരി എറണാകുളം പോലീസ് അന്വേഷണം, പാലക്കാട് പോലീസ് അന്വേഷണമൊക്കെ ആകുമ്പോൾ, എന്നിട്ടത് ഏതെങ്കിലും ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു ചാനലുകാരൻ അടുത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആൾക്കാരുടെ ഗുണ്ടയാവുകയാണ്. ഞാൻ ഗുണ്ട പ്രവർത്തനം ചെയ്തിട്ടല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് അല്ല. കാരണം അങ്ങനെ ആയിപ്പോവാണ്. ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലരായിട്ടും കോൺടാക്ട്സ് ഉണ്ട്. ഏറ്റവും വേശ്യാവൃത്തി എടുക്കുന്ന സ്ത്രീകളടക്കം കണ്ണേട്ട എന്ന് വിളിച്ച് വന്ന പല സന്ദർഭങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അവരറിയാവുന്ന ഒരു വ്യക്തി കണ്ണൻ പട്ടാമ്പിയാണ്. ഞാനാണ് ഇവരെ ഡീൽ ചെയ്യുന്നത്, ഇവർ പൈസ കൊടുക്കുന്നത്, ഇവരെ സമയം പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ മറ്റുള്ള വശങ്ങൾ നോക്കാതെ നമ്മൾ അവരോട് സംസാരിക്കും. ഞാൻ അവരോട് വേറെ രീതിയിലല്ല സംസാരിക്കുന്നത്. പിന്നെ അവർക്കും ആഗ്രഹങ്ങളില്ലേ, അവരെ നമ്മൾ അങ്ങനെ ചിത്രീകരിക്കുന്നതൊക്കെ വെച്ച് എനിക്ക് ഞാൻ ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ അസുരവംശം എന്നുള്ള സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ ഏറ്റവും ലോ ക്ലാസ് ആൾക്കാരായിട്ട്, ലോ ക്ലാസ് എന്ന് പുറമക്കാർ പറയുന്ന ആൾക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണ്ടകളെ നേരിട്ട് കണ്ടതുകൊണ്ട് സിനിമയിലെ ഗുണ്ടായുസം നടക്കത്തില്ലല്ലേ കണ്ണേട്ടൻ്റെ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയില്ല. അത് ഞാൻ അങ്ങനെ എതിർക്കുന്ന ഒരാളാണ്. പല കേസുകളും എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പോക്കിരുത്തരും കുട്ടികൾ നമ്മളോട് പോക്കിരുത്തം നടക്കാതെ, ചിലപ്പോൾ നമ്മളോട് പോക്കിരുത്തം കാണിച്ച് സിനിമ സെറ്റിൽ തന്നെ ആയാലും ഞാൻ അത്യാവശ്യം പോക്കിരുത്തരമല്ല, എൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുത്തിനെ. അത് ഗുണ്ടായിസെന്നോ പിന്നെ എന്ത് വെച്ചാൽ അതിനെ വ്യാഖ്യാനിക്കാം. എനിക്കെൻ്റെ അവകാശം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കാതെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ ചിലർ ഗുണ്ടായിസെന്ന് പറയും, അല്ലെങ്കിൽ തൻ്റെ എടുത്തരെന്ന് പറയും. അതിൽ ഞാൻ അതിന് എന്ത് പേരിടണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു തൻ്റെടിയാണെന്ന് ചുരുക്കം. അങ്ങനെ ആണെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനത്തെ യഥാർത്ഥത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. മേജർ രവി സാറ് പോലും പറഞ്ഞു എനിക്ക് അയാളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല, അയാൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുള്ള അങ്ങനെ പോലും ഒരു പ്രസ്ഥാനം വന്നിരുന്നു. രവി സാർ പോലും തള്ളി പറയേണ്ട ഒരു അവസ്ഥ വന്നില്ലായിരുന്നോ? അല്ല, തള്ളി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും തള്ളി പറയില്ലേ? തള്ളിപ്പറച്ചിലല്ല അത്. ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ.
കാരണം വെച്ചാൽ എനിക്ക് നേരെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നേരെ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും. അതിലിപ്പോൾ എല്ലാം എല്ലാവരുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ചേട്ടൻ പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്നത്, ഞാൻ വേറെ രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്നു, രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരെയാണല്ലോ നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ല ഇന്ത്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4 അതിർത്തി കൂടെ ഓടിപ്പാഞ്ഞിട്ട് ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജനങ്ങളെ സ്നേഹിക്കലാണല്ലോ. അതിൽ നമ്മൾ വിഭാഗം തിരിച്ച് സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും തോന്നരുത്, ആ ഒരു പ്രേക്ഷകനെ ചോദിക്കുക. ചേട്ടനെ പറ്റി ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ഒരു സൈഡിൽ. ഇപ്പുറത്ത് നോക്കുമ്പോൾ വിവാദങ്ങളുടെ ഒരുപാട് കുത്തൊഴുക്കി പോകുന്ന അനുജൻ. അപ്പോൾ 2 വൈരുദ്ധ്യമില്ലേ? കാരണം ചേട്ടൻ്റെ പ്രസ്റ്റീജ് നോക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ബലനടയില്ല. അല്ല, അങ്ങനെയല്ല. അത് 2 തരമുണ്ട്. ഇപ്പം ചേട്ടനെ പറ്റിയുള്ള വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ടതിനെ പറ്റി വിവാദം പറഞ്ഞു. അത് അദ്ദേഹം ഒരു ഓഫീസറും കാര്യങ്ങളായതുകൊണ്ട് അത് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനൊരു സിനിമാക്കാരനായത് അല്ലെങ്കിൽ വേറെയുള്ള വർക്കറായതുകൊണ്ട് അതിനിങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുന്നു. പിന്നെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ TV കയറിയിരുന്നിട്ട് പറയാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കൽ ഞാൻ ജനങ്ങളോട് പെരുമാറിയിട്ട. അത് എൻ്റെ ഒരു ബർത്ത്ഡേയുടെ പിന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങൾക്ക് ശേഷം തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വന്നവരോട് ചോദിച്ചറിയാം, 2 പേർക്ക് ഒഴിച്ചൊരു മനുഷ്യന് ഞാൻ 10 പൈസ കൊടുക്കാതെയാണ് എൻ്റെ പരിപാടി മൊത്തം. ഇവിടെയൊക്കെ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ വിളമ്പാൻ അല്ലെങ്കിൽ വെക്കാൻ ഒക്കെ ആൾക്കാർക്ക് പൈസ കൊടുക്കണം. ഇത് ഇവിടെ വന്നിട്ട് 2:45-3 മണി വരെ ഇക്കണ്ട ജനങ്ങൾക്ക് വിളമ്പി കൊടുത്ത് എല്ലാ പാത്രം കഴുകി പോകുന്നവരെ അതെൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അവർ എല്ലാവരും ക്ലാസിഫൈഡ് പിന്നെ ഗസ്റ്റ് ഓഫീസേഴ്സല്ല, പെയിൻറ്റിങ് പണിക്ക് പോകുന്നവരുണ്ട്, അതുമാതിരി ബസ് കണ്ടക്ടർമാരുണ്ട്. ഒരു ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലീനർ റോട്ടിൽ കിടന്ന് തല്ലുകൂടിയാൽ 2 തല്ല് കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ കേസാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ എല്ലാം കൺട്രോളറായിരുന്നു. അതെ അതെ, എല്ലാം കീർത്തിചക്രം അല്ല പുനർജനി മുതൽ അല്ലേ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമാണല്ലേ, അനിയൻ എൻ്റെ പൈസ വെറുതെ വെളി കളയത്തില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് സെറ്റപ്പ് ആക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അതുമാതിരി തന്നെ ഇപ്പം ചേട്ടനൊരു വിഷയം വന്നിട്ട് പിന്നെ ഒരു നടനായിട്ട് ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിൽ പത്രന്യൂസ് വന്നത് പിന്നെ അതും നടനും ഡയറക്ടറും തമ്മിൽ വിഷയമുണ്ടായി. അയാളുടെ അനിയൻ വധഭീഷണി മുഴക്കിയെന്ന. അയാളുടെ അനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ. അവിടെ ആൾക്കാർ പറയുന്നത് ഞാൻ വധഭീഷണി മുഴക്കുന്ന ആളും മറ്റുള്ളവരെല്ലാം സമാധാന പ്രിയക്കാരും. ഞാൻ അവിടെ ചെയ്തെന്താണ്, എൻ്റെ ചേട്ടനോട് ചെയ്തതിന് ഞാൻ വെല്ലുവിളിച്ച് ശരി തന്നെയാണ് ആ നടനോട്, ആരോടായാലും. അത് എൻ്റെ ഒരു ആത്മാർത്ഥയാണ് ചെയ്തത്. ഞാനത് കൂലിക്ക് ഗുണ്ടാപ്പണിയല്ല. അപ്പം അതിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് എന്നെ മറ്റുള്ള കാര്യങ്ങളിലും അംഗീകരിക്കണം. എന്തിനു വേണ്ടി ഞാൻ അവിടെ അത് ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഞാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ അതുമാതിരി തന്നെയാണ് പല കാര്യങ്ങളിലും ഞാൻ ഇടപെടലുണ്ട്. നാട്ടിലെ പല കാര്യങ്ങളിൽ, ഇവിടെ ഇപ്പോൾ തൊട്ട് വീട്ടിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത വരല് പല കാര്യങ്ങളും. അത് ഞാൻ എൻ്റെ ഒരു കാര്യമാതിരി ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഗുണ്ടായുസം വേണ്ടി വരും. ഗുണ്ടായുസമില്ല, അവിടെ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും, ചില കാര്യങ്ങൾ നടത്തിക്കേണ്ടി വരും. ഒരു മകനെ അച്ഛൻ നോക്കണില്ല, അല്ലെങ്കിൽ അച്ഛനെ മകൻ നോക്കില്ല എന്ന് പറയുമ്പോൾ 2 തവണ നമ്മൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നമ്മൾ ഗുണ്ടായുസത്തിൽ കൂടെ പറയേണ്ടി വരും. ഞാൻ നോക്കിയില്ലെങ്കിൽ ഞാൻ വിവരം അറിയും, പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്വഭാവം കൊണ്ട് ശരിക്കും ഒരു ധാർഷ്ട്യം പിടിച്ച സ്വഭാവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കുറേ നടന്മാരെ വരച്ചവരെ നിർത്തണം, ചിലർ നേരത്തെ കൊണ്ടുവരണം, അതൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അത് ഗുണം ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇത്രയും ദൂരെ പോയിട്ട് നമ്മുടെ വാക്കുകൾക്ക് പല ഗുണങ്ങൾ ഈ പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരാളെന്ന് വരെ ഡേറ്റ് തെറ്റിയിട്ടോ അത് ഗുണ്ടായുസം കൊണ്ടല്ല, അത് സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ്. ഇപ്പോഴും അവരുമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കി പോകുന്ന ഒരാളാണ് ഞാൻ. പേര് ഞാൻ പറയുന്നില്ല, പലരും ആരും അടുക്കാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഇതിൽ. അവരൊക്കെ ആയിട്ട് ഇന്നും വളരെയധികം സൗഹൃദം ഉണ്ടാക്കി എൻ്റെ കൂടെ വന്ന് പോകുന്ന ആൾക്കാരാണ്. അവരിതൊക്കെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ ഞാൻ കൊണ്ടാണെങ്കിൽ വരില്ലല്ലോ. അവർക്ക് ചില ഒരു 80% ആൾക്കാർക്ക് ഉള്ളിൽ ആ കാര്യങ്ങൾ ഇഷ്ടമാണ്. അവരെന്നെ പറയാൻ എന്താ, നമുക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് കണ്ണനോട് പറഞ്ഞോട്ടെ, കണ്ണനെ ചെയ്തു തരുന്ന. അത് ഗുണ്ടായിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അതാണ്. ഇപ്പം ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്ത ഒരാളാണ്. അതെ. ഇപ്പോഴത്തെ ഒരു വിവാദം കണ്ടല്ലോ, ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിഷയം ഉണ്ടാക്കി ആകപ്പോടെ ആ യൂണിഫോം ഇട്ട് അവിടെ ചെല്ലാൻ പാടില്ല. അതിനോടൊക്കെ യോജിക്കും. മോഹൻലാൽ നല്ല ഒരു കേണൽ പദവി കിട്ടിയ ആളല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ
പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നതൊക്കെയാണ് യൂട്യൂബ് പറഞ്ഞേക്കുന്നത്. അതിനോട് എന്താണ് യോജിക്കുന്നത്? അത് അയാളുടെ വിവരക്കെട, അത് ഈ പറഞ്ഞാലേ. കാരണം വെച്ചാൽ മോഹൻലാലിന് യൂണിഫോം കൊടുത്തത് തന്നെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് എവിടെയൊക്കെ അയാൾ ഉപയോഗിക്കണം എന്നുള്ള ഇന്ത്യൻ പട്ടാളത്തിന് അത്രയും സൗകര്യവും അത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മോഹൻലാൽ അവിടെ ഇട്ടുപോയി. ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കപിൽ ദേവിനായാലും മോഹൻലാലിനായാലും അങ്ങനെ ഇന്ത്യയിലത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, അതും ടെറിട്ടോറിയൽ ആർമിയാണ് അവർ. ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ തന്നെ ഈ കഷ്ടപ്പാടുകൾ, വെള്ളപ്പൊക്കം, തീപിടുത്തം, അതേമാതിരി ഇങ്ങനെ ദുരിതങ്ങൾ പിടിച്ച സ്ഥലങ്ങളിൽ പോയി ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പട്ടാളമാണ്. അത് യൂണിഫോം അല്ലാതെ പിന്നെ അവിടെ മുണ്ടും ഷർട്ടും കുത്തിയിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും? അല്ല, ഇത് പറയാൻ ഏറ്റവും കൂടി യോഗ്യതയുള്ള ഒരാൾ പിന്നെ കണ്ണഞ്ചിയാണ്. കാരണം അദ്ദേഹത്തെ യൂണിഫോമിലിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ട് അടുത്തെറിഞ്ഞ ആളല്ലേ. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹം, ഞാൻ പലപ്പോഴും ഞങ്ങളിപ്പോൾ പിന്നെ കുരുക്ഷേത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററുകളോളം ഞങ്ങൾ യാത്ര ചെയ്യണം ഒരു ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക്. പലപ്പോഴും കഷ്ടം തോന്നിയിട്ടുണ്ട്. മോഹൻലാലിനെമാരൊരു ആർട്ടിസ്റ്റ് പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഒരു ബാഗൊക്കെ നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് മൊബൈൽ ചോദിക്കും കയറുന്നു. കയറ്റി കൊണ്ടുപോകുന്ന അനുഭവം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. കാരണം വെച്ചാൽ വെയിലത്ത് അതോടൊക്കെ കുരുക്ഷേത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് കാർഗിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇയാളിങ്ങനെ റോട്ടിൽ കൂടെ ഒരു വലിയ ഭാരമൊക്കെ തൂക്കി നടന്ന്, ഇയാൾക്ക് ശീലമുള്ളൊരു കാര്യമാണ്. പക്ഷെ മോഹൻലാൽ അത് കാണാൻ പറ്റില്ല. മോഹൻലാൽ പറഞ്ഞത് അയാളും കൂടി കയറ്റുക, നമ്മുടെ വണ്ടി എന്തായാലും അങ്ങോട്ട് പോവുമല്ലേ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊരു യോഗ്യനാ. അതല്ലാതെ ഇവിടെ വന്നിട്ട് യൂണിഫോം ഇട്ട് കാട്ടിക്കൂട്ടലല്ല. അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പട്ടാളത്തിൽ സേവനത്തിന് വേണ്ടി വന്നൊരു വ്യക്തിയാണ്. ഇന്നും അയാൾ ഒരു പട്ടാള ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരന് എത്രത്തോളം താല്പര്യമുണ്ടോ അതനുസരിച്ച് അയാൾ ആ ക്യാമ്പിലും കാര്യങ്ങളിലും പോകുന്നൊരു വ്യക്തിയാണ്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും അദ്ദേഹം. അവിടുത്തെ ഒരു ബോർഡറിലെ ഒരു ക്യാമ്പിലുള്ള മലയാളികൾക്ക് മോഹൻലാലിനെമാരുള്ള വ്യക്തികളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം അവർ ഫ്രീ ആയിട്ട് യുദ്ധം ചെയ്യും. അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് അടക്കം ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് യൂണിഫോം ഇട്ടാൽ എന്തായാലും പ്രത്യേക ഇതിൽ അത് യഥാർത്ഥ സ്നേഹമാണ് അയാൾ കാണിക്കുന്നത്, മോഹൻലാൽ കാണിക്കുന്നത്. അയാൾ ഇന്നിപ്പോൾ മറ്റുള്ള സാധാരണ പട്ടാളക്കാരനെക്കാട്ടിൽ ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. ഞാൻ അനുഭവസ്ഥനാണ്. ഇപ്പോൾ ഒരു യാത്രകൾ ഇഷ്ടമാതിരി ഞാൻ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് കൂടെ തന്നെ. കാരണം ഇപ്പോൾ 1971 എന്നുള്ള പടത്തിന് 1.5 മാസത്തോളം ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ യാത്ര. ഞങ്ങൾ ജയ്പൂർ പോകുന്നു, ജയ്പൂർ പോയിട്ട് അവിടെ താമസിക്കുന്നു. അത് 2 ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞ് ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ 7-8 മണിക്കൂർ ഒരു കാറിൽ യാത്ര ചെയ്തിട്ട് സൂരജ് ഘട്ടിൽ പോകുന്നു. സൂരജ് ഘട്ടിൻ്റെ സ്ഥലം തോന്നുന്നു, അവിടെ പോകുന്നു. അവിടുന്ന് ഡെയിലി 1.25 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത് ലൊക്കേഷനിൽ പോകണം. ഞാനും അദ്ദേഹം മൂപ്പരൊരു അസിസ്റ്റൻറ്റ് മാത്രമേ ഇരിക്കുക വണ്ടിയിൽ. തിരിച്ച് ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് മാനേജറോട് ചോദിക്കും, കണ്ണൻ്റെ കഴിഞ്ഞല്ലേ, ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് കൊണ്ടുപോരും. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. അതിൽ പല സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരുടെ മാതിരി ഇത്രയും അർഹനായിട്ടുള്ള ഒരാളില്ല ആ കാലത്തിൽ. അത്രയും ഒരു വല്ലാത്തൊരു മനസ്സല്ലേ. ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അതിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണം. അയാൾക്കൊരു പെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അയാളുടെ മനസ്സ് അത്രയും, നമുക്ക് ഓരോ വർത്തമാനത്തിലും അറിയാം. പിന്നെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരാളെ കുറ്റം പറയണത് കേൾക്കാത്ത ഒരാളാണ്. പറയില്ല. നമ്മൾ പറഞ്ഞതിനെ അത് വിടൂ, നമുക്കത് നോക്കണ്ട, വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറയുന്ന ഒരാളാണ്. അത് എനിക്ക് എന്താ അറിയില്ല. ഞാൻ കുറ്റം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ്. ഈ യൂട്യൂബർ പയ്യൻ ഒരുപാട് തവണ ഒരുപാട് ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്ത് വിമർശനാത്മകമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുന്നുണ്ടായിരിക്കും. അയാൾ പറയും, അയാൾ പറയട്ടെ, അയാൾ പറയട്ടെ. ഞാൻ ചോദിക്കലുണ്ട്, ഞാൻ അതൊക്കെ പിടിച്ചിട്ട് വീഡിയോ കൊടുത്തത് കണ്ണൻ വേണ്ടത് അയാൾ പറയട്ടെ, അയാൾ എന്തെങ്കിലും പറയട്ടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുക, നമ്മളെ ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ കേട്ടിട്ടില്ല എന്നവരെ. കാരണം എന്നെക്കാൾ കൂടുതൽ നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ. എൻ്റെ അനുഭവം വെച്ച് എന്തെങ്കിലും കോമഡികൾ ഒരാളെ പറ്റി പറയുന്നത് ഇഷ്ടമാണ്. അത് കുറ്റമായിട്ടല്ല, അയാളെക്കുറിച്ച് പറയാനും രസിക്കാനും ചിരിക്കാനും കഥ പറയാനും ഒരാളെ കളിയാക്കാനും എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവരെ വെറുതെ കളിയാക്കല്ല, പറ്റിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പറഞ്ഞ് പറ്റിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള ആൾക്കാരോട്. അയാൾക്ക് വേദന തട്ടാത്ത രീതിയിലുള്ള കോമഡികളുണ്ട്. അതിനല്ലാതെ കൊണ്ട് അദ്ദേഹം വരെ മറ്റിച്ച് ഒരാളെ കുറ്റം പറഞ്ഞ് എൻ്റെ ചെവിയിലും കേട്ടിട്ടില്ല. അയാൾക്കില്ലാത്തൊരു, ഞാൻ പലപ്പോഴും ഇരുന്നിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൾസാറിന് ആരെങ്കിലും പറഞ്ഞു
അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരാളെ കുറ്റം ഈ ലൊക്കേഷനിൽ ഭക്ഷണത്തിനോ പിണങ്ങും ഭക്ഷണമൊക്കെ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ പിണങ്ങും കൊച്ചു പിള്ളേർ കൊച്ചു പിള്ളേരെ ഞാൻ ഒടിയെന്നുള്ള പടം നടക്കുമ്പോൾ ഓമക്കായ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പിണങ്ങി മൂപ്പര് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ പിണങ്ങിയിരിക്കും. ഓമയ്ക്ക് കിട്ടിയില്ലെന്ന് ഓമക്കായ കിട്ടിയില്ലെന്ന് ഞങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ ബഹളമാണ് ഓമക്കായ കിട്ടിയില്ല എന്നുള്ളത്. ചെറിയ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. നമ്മളെ മാതിരി കടയിൽ പോയിട്ട് വാങ്ങാൻ പറ്റില്ല. നമ്മളൊരു ചെരുപ്പ് വാങ്ങി കൊടുത്താൽ ഇതന്നെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇട്ടുകൊണ്ട് ഇറങ്ങണം. മൂപ്പർക്ക് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. മൂപ്പരുടെ ഭാഗത്ത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. മൂപ്പര് കടയിൽ പോയിട്ട് നമ്മൾ പറയണത് ഇന്ന് ഇറങ്ങിയാൽ ഏറ്റവും നല്ല സാധനം ഇതാട്ടാ എന്ന് പറഞ്ഞാൽ അതന്നെ മൂപ്പര് വിശ്വാസം. അറിയത്തില്ല മലയാളി ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എവിടെ പോയിട്ടാ മൂപ്പർക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഷർട്ട് ഇട്ട് നോക്കി ലൂസും പാകവും നോക്കിയിട്ടിട്ട് ഒരു ട്രയൽ നോക്കിയിട്ട് എവിടുന്ന് ഇട്ടിട്ട് പോരാൻ പറ്റുക. ഒരു ചെരുപ്പ് നോക്കിയിട്ട് ഏത് കടയിൽ നിന്നാണ് മൂപ്പർക്ക് വാങ്ങാൻ പറ്റുക. മലയാളി ഉള്ള ദിക്കുന്നു അല്ലാത്തൊരു ദിക്കില്ല എന്നറിയൂ. അപ്പം മൂപ്പര് വിഷമം ആലോചിക്കും. നമ്മൾ പറഞ്ഞു തന്നെ ലോകം ഇന്ന കടയിൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ പോയി കഴിക്കാനുള്ള പാകമില്ല. നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുത്താൽ അത് തന്നെ ഇന്ന് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക. ഓമയ്ക്ക് മേടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അതൊക്കെ കൊടുത്ത് അതൊക്കെ ഇതൊക്കെ ആക്കി ഒരു ദിവസമൊക്കെ അങ്ങനെ പട്ടിണി കിടക്കും പറഞ്ഞാലും പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുക. നമ്മൾ സാധാരണ കേട്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടോ കൊച്ചു കുട്ടികളെ പോലെ? ഇപ്പൊ ഇത് നമുക്ക് പിന്നെ ദേഷ്യപ്പെടുന്നു തോന്നുന്നു. ഇത് ദേഷ്യപ്പെടുന്നില്ല. അത് വേണ്ട, എനിക്ക് വേണ്ട. ഈ നമ്മളൊക്കെ വീട്ടിലുണ്ടല്ലോ ഒന്നും കഴിക്കാതിരിക്കുക, അതുമാതിരി മുമ്പിൽ ഒന്നും കഴിക്കില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാനൊക്കെ പാവം തോന്നും. കാരണം ഞാനെന്തിട്ട് ചോദിക്കുകയും ചെയ്തൊരു ഓമക്കായല്ലേ മനുഷ്യൻ ചോദിച്ചുള്ളൂ. ലോകത്തിൻ്റെ വാങ്ങിക്കൊടുക്കാൻ എന്തായാലും ബുദ്ധിമുട്ടില്ല. ഇല്ല കിട്ടാത്ത ഓസ്ട്രേലിയയിൽ കിട്ടുന്ന പഴമൊന്നുമല്ല ചോദിച്ചത്. ഈ നാട്ടിൻപുറത്ത് എവിടെ പോയാലും കിട്ടും ഓമക്കായ. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ഏതെങ്കിലും വളപ്പിൽ പോയാൽ ആരും തരും. മോഹൻലാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് കൊണ്ടുവന്നിട്ട് മരത്തോടെ കൊണ്ടുവന്ന് കൊടുക്കും. അത് മേടിച്ചു കൊടുക്കാൻ അതെന്താ ചെറിയ ചെറിയ ശ്രദ്ധക്കുറവുകൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാശി. എനിക്ക് ശ്രദ്ധിക്കാൻ ആരുമില്ലല്ലോ അങ്ങനെയുള്ളൊരു തോന്നൽ, പിണക്കം ഉണ്ട്. ഈ ഒടിയനെ പറ്റി പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ ഒടിയനെ പറ്റി ഇപ്പോഴും പുറത്ത് കേൾക്കുകയാണ്. അതിൽ അഭിനയിച്ച നല്ല വേഷം ചെയ്ത ആളാണ് കണ്ണൻ ചേട്ടൻ. ഈ ഒരുപാട് മേക്ക് ഓവർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, താടി വളർത്തിയാലേ പറ്റൂ എന്നൊക്കെയുള്ള ഒരുപാട് നമ്മൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു വേഷ പരിണാമം അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? സത്യം എന്നോട് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അത് കുറേ വിവാദങ്ങൾ നടന്ന ഒരു സാധനമാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇത് ഇവരെന്നെ ആലോചിച്ച് അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവരെന്നെ ചെയ്തൊരു പടം. നമ്മളതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പക്ഷേ ഒരുപാട് സ്ട്രെയിൻ എടുത്തില്ല. സത്യമല്ലേ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കണ്ട് ഒരാൾ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അറിയുന്ന ലേഡി ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നു അവരുടെ വയറിൻ്റെ അടിയിൽ ചെറിയൊരു പാടുണ്ടായിരുന്നു. അതൊന്ന് മാറ്റാൻ വേണ്ടി അവരൊരു മാസം വേദനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ശരീരം മൊത്തം ചെയ്യാൻ എത്ര പെയിൻ എടുത്തിരിക്കുന്നു. അവർ സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് അയാളുടെ ആ സ്ത്രീയുടെ വയറിൻ്റെ അടിയിൽ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടി കാണാത്തൊരു ഭാഗം അന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിൻ്റെ വേറെ ചെറിയൊരു മെത്തേഡ് ചെയ്തിട്ട് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പം ഈ ബോഡി മുഖം കയ്യ് കാലമൊക്കെ ചെയ്തൊരു മനുഷ്യൻ ഞാനും മേജറിനെ പറഞ്ഞു പോകുന്നുണ്ട്. ബാംഗ്ലൂരിൽ പോയി കണ്ടപ്പോൾ ആകെ കെട്ടി പൊതിഞ്ഞിട്ടാണ് മൊത്തം മൂടി കെട്ടി മുഖവും കയ്യും കാലൊക്കെ മൂടി പൊതിഞ്ഞു. ഇദ്ദേഹം മുഴുവനാണ് ചെയ്യുന്നത്. മുഴുവനാണ് ചെയ്യുന്നത്. മുഴുവനാണ് ചെയ്തത്. ബോഡി മൊത്തം ചെയ്തല്ലോ. അങ്ങനെയാണ് എൻ്റെ അറിവ്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ഇത് കുറച്ച് ഇങ്ങനെ പോയി കണ്ടു എന്ന് മേജർ പറഞ്ഞിരുന്നു. അതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാര്യങ്ങൾ പറയുന്നത് കേട്ടില്ല. പെയിനാണെന്ന് പറഞ്ഞിരുന്നു. കാണാൻ ആരും ഇഷ്ടമില്ല, ദേഷ്യം വരുന്നുണ്ട്. അത് ഞാൻ പോയി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വിഷമമുള്ള കാര്യങ്ങൾ പോയി കാണാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മളൊക്കെ അതിന് ശേഷം ഒരുപാട് തവണ ഇങ്ങനെ ആ രൂപം കാണാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നീല ഷർട്ടും നീല പാൻസും ധരിച്ച് വരികയാണ്. നമ്മുടെ ഒക്കെ മനസ്സ് സങ്കല്പം മുഴുവൻ തെറ്റി. നമ്മുടെ മോഹൻലാൽ എവിടെ പോയി എന്നുള്ള ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് അല്ലേ? നമ്മളെല്ലാവർക്കും ഉണ്ട്. കാരണം ചിലപ്പം നമുക്ക് ഞാനിപ്പോഴും പറയും പുലിമുരുകനിലെ ലാലേട്ടൻ കോളേജ് കുമാരനായാലും കേരളത്തിലെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇതൊരു പുലിമുരുകനിലെ ലാലേട്ടൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് അഭിനയിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ വേഷന്മാരുടെ ഒരു കാര്യമില്ല, ശരീരന്മാരുടെ കാര്യമില്ല. ഇല്ലായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. ഒടിയന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒടിയനെന്നല്ല, അദ്ദേഹത്തിൻ്റെ പഴയ രൂപമില്ല എല്ലാവർക്കും ഇഷ്ടം. ആ ഒരു മീശിലിരിക്കുകയും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതങ്ങനെയാണല്ലോ. ആ ലാൽ സാറിനെയാണല്ലോ നമ്മുടെ മനസ്സ് പൂജിച്ചുകൊണ്ട് നടക്കുന്നത്.
അത് നമ്മൾ പിന്നെ ആദ്യമൊക്കെ കാണുമ്പോൾ ലാൽ സാറിന് ഒരു കോർങ്ങേടായിട്ട് നമുക്ക് തോന്നിയിരുന്നത്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടുവരുമ്പോൾ ആ കോർങ്ങേട് പിന്നെ നമ്മൾ മാറി 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 അതായി ഏറ്റവും നല്ല മനുഷ്യ പുരുഷ രൂപമായിട്ട് നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചു. ആ രൂപത്തിനെ നമ്മൾ തിരിച്ചു വീണ്ടും ആ മഞ്ഞ വിരിഞ്ഞ പൂക്കൾക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു മുഖമായിട്ട് നമ്മൾ കണ്ടിരുന്ന ആളേനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പ്രതിഷ്ഠിച്ചു. ഇതാണ് പുരുഷൻ, ഇതാണ് പുരുഷ സൗന്ദര്യം എന്ന് പ്രതിഷ്ഠിച്ച് നമ്മൾ മനസ്സിൽ വെച്ചു. അപ്പോൾ അതെന്താ വെച്ചാൽ അത് മനുഷ്യൻ്റെ മനസ്സിന് കണ്ടിരിക്കുന്നു. അത് കണ്ട് 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 മനുഷ്യൻ പഠിച്ചിരിക്കുന്ന ലാൽ സാറിനകത്ത് കയറ്റിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ബിംബത്തിനെ അവിടെ തച്ചടച്ച് മാറ്റുക എന്നുള്ളത് ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും ഉപദേശം കൊടുത്തായിരിക്കാമോ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ആയിരിക്കാം. അത് ഉപദേശം കൊടുത്താലും ഇപ്പോൾ ലാൽ സാറിനെ മാതിരിയുള്ള ആളെ ഉപദേശിക്കുക വെച്ചാൽ ലാൽ സാറിനെ ആലോചിക്കാൻ കഴിയുന്ന ഒരാളല്ലേ. നമ്മൾ അതിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഞാനില്ല. അതിന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അടുത്തറിയുന്ന ഒരുപാട് പടങ്ങൾ ചെയ്യുന്നത് പറഞ്ഞതേ ഉള്ളൂ. ഇത് ജസ്റ്റ് അല്ല, അതല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് പറഞ്ഞാൽ 71 ആണ്. പക്ഷെ അന്നും അടുത്തിരിക്കുമ്പോഴും അതിൻ്റെ മുമ്പ് അടുത്തിരിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസമൊക്കെ ഇപ്പം കിളിച്ചുണ്ട മാമ്പഴം, ആറാം നമ്പരാനാണ് മൂപ്പര് വിഗ് വയ്ക്കാതെ അവസാനമായിട്ട് അഭിനയിച്ചത്. അതാണ് വിഗ് വെച്ചിട്ടില്ല. ഇല്ല അവസാനമായിട്ട് ഞാൻ കണ്ടുള്ള പടം. അന്ന് ഞാനതിൽ അതിനൊക്കെ ശരി പുരുഷ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്ലൈമാക്സ് ആണ് വന്നേക്കുന്നത് അല്ലേ. ആ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ആ മുടിയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ. എന്നാൽ മുടി അത്രയും വലിയ ഇപ്പോൾ നമ്മളൊന്നും ഒതുക്കി ചെയ്യുന്നമാതിരി ചീന്തിട്ടൊന്നുമല്ല, ഒരു സൈഡ് ചെരിച്ച് വെച്ച്. പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ലാൽ സാർ എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. ആറാം തമ്പുരാനിൽ പ്രൊഡക്ഷൻ കൺട്രോളോടെയാണ്, മാനേജറാണ്. അതിനെന്ത് രസകരമായ വിശേഷം ഓർമ്മയുണ്ട്. വൻ ഹിറ്റ് രസമല്ല, പല രസങ്ങളായിരുന്നു അത്. ആറാം തമ്പുരാനിൽ പിന്നത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നാളെ പറഞ്ഞത്. ആറാം തമ്പുരാനിൽ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ബൈക്കുണ്ട്, ഷൊർണൂർ ഭാഗത്തെ ഷൂട്ടിങ്. അപ്പോൾ ഞാൻ അദ്ദേഹം ഒരു മരുന്ന് കഴിക്കുന്ന സ്വഭാവമുണ്ട് കോയമ്പത്തൂര്, ഇവിടെ ഈ ഷൊർണൂർ ഫാർം ഇതെന്ന്. അപ്പോൾ അതെന്നും വൈകുന്നേരം കഷായം വാങ്ങിക്കൊണ്ടിരണം. ഒരു ദിവസം പെട്ടെന്ന് ഹർത്താലായിരുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് ഞാൻ ആ ചീറ്റ് കളിച്ചിട്ട് 7:30 മണിയായി ഈ മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ. മൂപ്പര് എന്ന് വെച്ചാൽ 6 മണിക്ക് കഴിക്കണം പറഞ്ഞാൽ 6 മണിക്ക് കഴിക്കണം. 7:30 മണിയായി. മൂപ്പര് എല്ലാവരും വിളിച്ച് ഷൗട്ടിങ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കണ്ണൻ സംസാരിക്കണ്ട. അപ്പോൾ എന്നെ ഏൽപ്പിച്ചതല്ല, രാധാകൃഷ്ണൻ പറഞ്ഞ കാക്ക രാധാകൃഷ്ണേട്ടനെ ഏൽപ്പിച്ച് രാധാകൃഷ്ണേട്ടൻ താഴെ എന്നെ ഏൽപ്പിച്ചതാണ്. എന്നോട് പറഞ്ഞാൽ കണ്ണൻ സംസാരിക്കണ്ടെന്ന്. ഈ മരുന്ന് കൊണ്ടുവരാത്തതിന് മൂപ്പര് കുറേ പറയുന്നേ ആവലാതി ഇങ്ങനെ പറഞ്ഞ ആവലാതി പറഞ്ഞ കുറേ ഞാൻ കഴിയും. കഴിഞ്ഞ് കുരുക്ഷേത്രക്ക് ഞങ്ങൾ കൊല്ലം കുറേ കഴിഞ്ഞിട്ട് 10-12 കൊല്ലം കഴിഞ്ഞിട്ടാവും കുരുക്ഷേത്ര. 2008 കുരുക്ഷേത്ര. 10 കൊല്ലത്തിന് ശേഷം കാർഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആരോടോ പറയുന്നു കാർഗിലിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ, ഞാൻ വാങ്ങിക്കൊണ്ടിരാന്നു. അയ്യോ അത് വേണ്ട, അന്നത്തെ കഷായന്മാരിയാവുന്നു. അത്ര ഓർത്തു വെച്ചിരുന്നുള്ളൂ. 10 കൊല്ലം കഴിച്ചിട്ട് ഇത് ഓർത്തിരിക്കുകയാണ്, അന്നത്തെ കഷായന്മാരിയാവുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ മനുഷ്യ എത്രയോ കാര്യങ്ങൾ നടന്നുപോയി. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ഓർത്തിരിക്കണമെങ്കിൽ അതുമാതിരി നല്ല കാര്യമായാലും അങ്ങനെ തന്നെയാണ് മൂപ്പര് ഓർത്തിരിക്കും. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റുകൾ, എൻ്റെ മകളുടെ ഡേറ്റിന് മൂപ്പര് ഡേറ്റ് ഓഫ് ബർത്തിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരു ക്യാരക്ടർ മമ്മൂക്കയെ പോലും കരയിപ്പിച്ച ആളാണ് കണ്ണൻ ചേട്ടൻ. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു സീൻ അങ്ങനെ ആയിരുന്നു. അത് കാരണം വെച്ചാൽ ഞാൻ മിഷൻ 90s എന്നുള്ള പടത്തിൽ അഭിനയിച്ച് അനിയന് പിന്നെ വിഷം കൊടുത്തിട്ട് എന്നുവെച്ചാൽ എന്നെ ചുറ്റു വളഞ്ഞിരിക്കുക, ഞാൻ ടെററിസ്റ്റാണ്, എന്നെ ചുറ്റു വളഞ്ഞ് പോലീസ്, ഞാൻ ഇതിൽ ലോക്കാവും എന്ന് കണ്ടപ്പോൾ ഞാൻ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്, അടിക്കടാ കൊല്ലിടാ. ആ സീൻ ഞാൻ കാണിച്ചു തരാം. കൊല്ലിടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ലാസ്റ്റ് ഞാൻ ഈ അനിയന് പിന്നെ ലണ്ടനിൽ പോകണം എന്ന് പറഞ്ഞിരുന്നു. ആ ലണ്ടനിൽ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അനിയന് ചോറൊക്കെ വാരിക്കൊടുത്ത്, കൈ കൊണ്ട് വാരിക്കൊടുത്ത്, അനിയൻ്റെ കഴുത്തിൽ സയനൈഡ് വാങ്ങി അനിയൻ്റെ വായിൽ വെച്ച് പൊട്ടിച്ചിട്ട് ഞാൻ ബോംബ് കൊണ്ടുപോയിട്ട് മരിക്കുന്ന സീനുണ്ട്. ആയൊരു കരച്ചിലിനുണ്ട്. അതൊന്ന് കണ്ടിട്ട് മൂപ്പര് വെറുതെ ഞാൻ കൺട്രോളറല്ലേ, അപ്പോൾ എന്നോട് എപ്പോഴും ഉടക്കാം, ഇയാൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണട്ടെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കാണുകയും ചെയ്ത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാനും മൂപ്പരായിട്ട് പ്രത്യേകിച്ചും കുറച്ച് ഒരു പടയില്ലെങ്കിലും എപ്പോഴും ഞാനും മൂപ്പരായിട്ട് അങ്ങനെയാണ്. അപ്പം നാളെ എൻ്റെ രസം ഞാൻ പറഞ്ഞുതരാം ഉണ്ടായത്. അപ്പം ഞാനിത് അപ്പം മൂപ്പര് പറഞ്ഞു ഇയാൾ ഉണ്ടാക്കിയതൊന്ന് കാണട്ടെ
അപ്പം ഞാൻ വെറുതെ ഒരു പുച്ഛഭാവത്തിലൊക്കെ വെറുതെ മൂപ്പര് ചൂടാവണ കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ കൺട്രോളറല്ലേ അപ്പം നിൽക്കും. ഞാൻ പിന്നെ അഭിനയിച്ച് കണ്ടപ്പോൾ മൂപ്പര് കണ്ണിലൊക്കെ വെള്ളം മതി. കൊണ്ടുപോയില്ലേ, ഒക്കെ കൊണ്ടുപോയല്ലോ, പടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോയില്ലേ എന്നും പറഞ്ഞിട്ടിറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊരു ഏഷ്യാനെറ്റിന് ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞാനില്ല സ്റ്റേജിൻ്റെ മുകളിൽ. പെട്ടെന്ന് നോക്കുന്നു, ഹേയ് ഇതിൽ നല്ലൊരു സാധനം ചെയ്ത ആളുടെ അയാളെവിടെ അയച്ചു. അപ്പം ഞാനപ്പോൾ മാറി നിന്ന് രാത്രി 2:30 അടിക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു പണ്ടാണെങ്കിൽ ഇത് സ്വൈരക്കടായി, ഇതിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈവേയുടെ ഒക്കെ ഒരു ഓടലായിരുന്നു. ഞാൻ ഇത് നിർത്തിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെയുള്ള പ്രോത്സാഹിപ്പിക്കാനൊന്നും മടിയില്ല അല്ലേ? അതൊന്നുമില്ല, അത് അങ്ങനെയല്ല. മൂപ്പര് അതിങ്ങനെ ഭയങ്കര രസം. ഒരാളെ ഇതേമാതിരി പറയുമ്പോൾ ഇതിപ്പോൾ നാള് ഞാനിവിടെ പട്ടാമ്പിക്ക് എറണാകുളത്തെ കിച്ചുവിൻ്റെ അടുത്ത് ഹെലികോപ്റ്റർ ഏൽപ്പിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ പട്ടാമ്പി നേർച്ചയ്ക്ക് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് 3000-4000 കൊടുത്ത്. അപ്പോൾ മമ്മൂക്കയുടെ ഏതോ ഷൂട്ടിങ്ങിന് പിഷാരടി കൂടി നിൽക്കുമ്പോൾ പിന്നെ കിച്ചുവായിട്ട് പറഞ്ഞു, പിഷാരയോട് ഇങ്ങനെ കണ്ണം പട്ടാമ്പി ഹെലികോപ്റ്റർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പേരിൽ കേസായിട്ട് എനിക്ക് പാലക്കാട് ജില്ലയിൽ കയറാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു നിയമം വന്നു ഹൈക്കോടതി. അപ്പോൾ അപ്പോൾ പിഷാരടി പറഞ്ഞു അതിനല്ല, കണ്ണം പട്ടാമ്പിക്ക് പാലക്കാട് ജില്ലയിൽ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് ഹെലികോപ്റ്റർ വിളിച്ച് പട്ടാമ്പി പോയിട്ട് പോലീസുകാർ കൊഞ്ഞനം കാണിച്ച് വരാനാണ്. അപ്പോൾ ഇത് കേട്ടാൽ മമ്മൂക്കാന് ഭയങ്കര ഇഷ്ടമായി. അയാളതൊക്കെ ചെയ്യും, അയാൾ അപ്പുറം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ കുറിച്ച് കോമഡി പറയുമ്പോഴൊക്കെ മൂപ്പര് ഭയങ്കര താല്പര്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു എന്നോട് വിളിച്ച് ഇങ്ങനെ ഉണ്ടായി. അപ്പം അന്നിങ്ങനെ ഓരോ അഭിപ്രായ ആൾക്കാർ വെറുതെ പറയും നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കാൻ. ഈ കൺട്രോളുന്ന ഇതിൽ ഇവർ രണ്ടിനെ കൊണ്ടു നടക്കുന്ന ഒരു ട്രിക്ക് എന്താണ്? ഇവർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രശ്നമില്ല. മമ്മൂക്കാനൊന്നും മമ്മൂക്കാനൊക്കെ ആകെ 2 നാവിൻ്റെ പ്രശ്നമല്ലാതെ ഇത്രയും ദയാശീലനും ഭക്ഷണം കൊണ്ടുവന്നാൽ കൂടെ ഇരുന്ന് കഴിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ വളരെ ദുർലഭമാണ്. രണ്ട് സ്വഭാവമാണ്. മമ്മൂക്കാന് കാണിക്കാറിയില്ല എങ്ങനെ സ്നേഹം എന്നുള്ളത് കാണിക്കാറില്ല. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് വെറുതെ മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒന്നുമില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും വെറുതെ. എന്നാൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ മൂപ്പര് എന്താണെന്നറിയില്ല, ഈ ഇങ്ങനെ പറയുന്നവരോട് ഭയങ്കര ഒരു രസമാണ് തോന്നുന്നുണ്ട് മൂപ്പർക്ക്. ആളെ അത് ഇത്തിരി വില്ലത്തരം കാണിച്ചു കിടക്കണ ആളെ മിരട്ടുക, ഞാൻ അയാളൊക്കെ മീഡിയാന്ന് കാണിക്കാൻ എന്തോന്നറിയില്ല. അത് ഗമല്ല, പാവാണ്. പാവങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ. പലപ്പോഴും കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന ഈ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന മമ്മൂക്ക കുറച്ചും കൂടി പക്വത കാണിക്കാറുണ്ട്, ലാലായിട്ട് അങ്ങനെ കാണിക്കാറില്ല എന്നുള്ള തുടർച്ചയുള്ള പരാജയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് എന്താ വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു ഇഷ്ടവും. മറ്റത് പിന്നെ അതാ പറഞ്ഞത്, മൂപ്പരിങ്ങനെ ഉണ്ടെങ്കിലും ചിലത് ലാൽ സാർ ഇപ്പോൾ ചില ബാധ്യതകളോട് കൊടുക്കുന്ന മാതിരി നമ്മൾ മറ്റേ ആൾക്ക് ഇപ്പോൾ മേജർ റിവ്യൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാതിരിക്കുക, അങ്ങനെ ചിന്താഗതി അങ്ങനെയുണ്ട്. അങ്ങനെ വിഷമിപ്പിക്കാൻ അതുകൊണ്ടാണ്. അല്ല മൂപ്പരുടെ ക്യാരക്ടർ മാത്രമല്ല, മൂപ്പരുടെ ഹെൽപ്പർ മാത്രം നോക്കിയിട്ടല്ല, മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവനോട് എങ്ങനെ നോ എന്ന് പറയാൻ പറ്റില്ല. അതും ഇത് മൂപ്പര് നോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ മമ്മൂക്കയുടെ സ്വഭാവം അനുസരിച്ച് ആരും അടുത്തേക്ക് എല്ലാവരും അടിക്കുന്നൊരു സ്വഭാവമല്ലേ. ഇപ്പൊ കറണ്ട് തൊട്ട ഷോക്ക് അടിക്കാൻ പറഞ്ഞാൽ തൊട്ട് നോക്കില്ലല്ലോ ആരും പോയിട്ട്. ഇത് ഷോക്ക് അടിക്കുന്ന എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിലും തൊട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അതുമാതിരിയാണ് മമ്മൂക്കയുടെ കാര്യം. ഇത് ഷോക്ക് അടിക്കുന്ന പറയുന്നുണ്ടെന്നല്ലാതെ കഥ കേൾക്കുന്നത് അതിന്റെ സംശയ നിവാരണം ഒക്കെ നടത്തുന്നത് മമ്മൂക്ക തന്നെ ആയിരിക്കും. മമ്മൂക്കന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനെ മമ്മൂക്കന്നെ കേൾക്കുന്നത്. വേറൊരാളുടെ അഭിപ്രായമൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇപ്പം എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ പോയിട്ട് പറയാൻ പോയിട്ടൊക്കെ ടർബോൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അരുണിൻ്റെ പടം അയാളാണ് ചെയ്തത്. എൻ്റെ മേജറയുടെ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തത് ആരുണ്ട്, ഗരുഡൻ ചെയ്തില്ലേ. അപ്പോൾ അയാൾ പറയുന്നത് കേട്ടു, മമ്മൂക്കാണ് ചെന്ന് അപ്പം നീ ഏതാ മറ്റേ പടം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ജയറാമിൻ്റെ പടം ചെയ്യുന്നത്. അതൊന്നും കഥ പറയും എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ആ വില്ല ഞാൻ ചെയ്യാം. അങ്ങനെയൊക്കെ പറയുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അവൻ പറഞ്ഞു തന്നെ, ഞാൻ ആ വില്ല ഞാൻ ചെയ്യാം. അപ്പം ഇവൻ തന്നെ അന്തം വിട്ടു പോയി. ഒരു കഥ പറയാൻ പോയിട്ട് 2 കഥയ്ക്ക് ഡേറ്റ്
ജയറാമിന്റെ പടത്തിൽ അതിൽ വില്ലനായിട്ട് അത് വന്നല്ലോ. ചെയ്ത് അതിങ്ങനെ വന്നാണെന്ന്. പോസ്റ്റലറിനകത്ത് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ വന്നാണെന്ന്. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ട്. പക്ഷെ മോഹൻലാൽ അല്ല നേരിട്ട് കേൾക്കുന്നത്, അതാണ് അദ്ദേഹത്തിന് പറ്റുന്നത്. മോഹൻലാൽ പകുതി കേൾക്കുന്നത് എൻ്റെ ക്ഷമല്ല തോന്നുന്നുണ്ട്. അപ്പോഴേക്കും വേറെ കുട്ടികളായിട്ട് പോയിട്ടാ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ കുഴി വന്ന് ചാടുന്നത്. പിന്നെ അതല്ല, മോഹൻലാലിൻ്റെ ഒക്കെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ അതിൽ ശ്രദ്ധയില്ലാതെയും ഇങ്ങനെയാണ് തോന്നുന്നുണ്ട്. അതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ. അപ്പോൾ എല്ലാ താരങ്ങളുടെ ഒപ്പം ഉള്ളു. ജയറാമിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ജയറാമിൻ്റെ കൂടെ എല്ലാ പടങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും അത് പോയി. എല്ലാം നല്ല ബന്ധമാണ്. ദിലീപിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജിൻ്റെ കൂടെ, കലാഭവൻ്റെ കൂടെ, മമ്മൂക്കാൻ്റെ കൂടെ, പിന്നെ ലാൽ സാറിൻ്റെ കൂടെ, പിന്നെ ഒരുവിധം നടന്മാരെ, സിദ്ദിഖ്, ബിജുമേനോൻ, ഒരുവിധം എല്ലാവരും ആരും ഇല്ല ഇപ്പൊ അല്ലേ? ഇപ്പൊ ഈ അഭിനയ ജീവിതമാണ് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് അഭിനയം ഇഷ്ടം, കാരണം ഒരു ടെൻഷനും ഇല്ലല്ലോ. പിന്നെ ഈ പേരും ഇല്ലോ, ഗുണ്ട മറ്റേതുള്ള പേരൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒച്ചട്ടാ ഗുണ്ടയായി. ഒരു പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കെ പറഞ്ഞാലും പിന്നെ അയാൾ കച്ചറ തുടങ്ങി എന്നേ പറയുള്ളൂ. നമ്മൾ എന്തിനാണ് സംസാരിക്കണമെന്ന് പറയില്ല. അയാൾ തുടങ്ങി അവിടെ എന്നേ പറയുള്ളൂ. അതങ്ങനെ ഒരു മാർക്ക് വീണാൽ പിന്നെ അത് ഭയങ്കര പാടാണ്. ഏതെങ്കിലും ലൊക്കേഷനിൽ ഏതെങ്കിലും സിനിമയുടെ സമയത്ത് ബുദ്ധിമുട്ടിച്ച സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരു നടൻ വരാതിരിക്കുക, പകരം വേറെ നടനെ ബുദ്ധിമുട്ടിച്ചത് തന്നെ. ഞങ്ങൾ കുരുക്ഷേത്രയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. കാരണം 7 മണിക്കൂർ വേണം ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക്. അതൊന്നും ശ്രീനഗറിൽ ഹർത്താലാണ്. ഈ ആർട്ടിസ്റ്റ് ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങോട്ട് എത്തണം. നമ്മൾ ആ ഡേറ്റ് കണക്കാക്കിയിട്ടാവും അത് വന്ന് അവിടെ എത്തുക. അതിനൊക്കെ പുറമെ കാർഗിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂമുകൾ ഒരു 3-4 ഹോട്ടലേ ഉള്ളൂ. ചെറിയൊരു സ്ഥലമാണ്. ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ശരി, ഇന്നൊരു ഡേറ്റിന് ഞങ്ങൾക്ക് ഈ എവിടെ എന്തോ ഒരു പുഴയുണ്ട്, അത് കാണാൻ ആരോ ബുക്ക് ചെയ്തിട്ട് അന്ന് ഒഴിഞ്ഞു തരണം എന്നാണ്. ഒന്ന് ആലോചിക്കുക, കാർഗിൽ നിന്ന് ഒഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാ? ഈ ഒരു ദിവസം അവിടുന്ന് മാറിക്കൊടുത്ത് അവർക്ക് ഒരു കൊല്ലം മുമ്പുള്ള ബുക്കിങ്ങാണ്. ഈ റൂംസ് കംപ്ലീറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ലാൽ സാറിൻ്റെ ഹോട്ടലിൽ മാത്രമേ ഞങ്ങൾ പിടിച്ചു നിന്നു. ബാക്കിയുള്ള എല്ലാം കൂടി ലഗേജൊക്കെ ഡംപ് ചെയ്ത്, ഈ നമ്മുടെ എല്ലാം പട്ടാളക്കാരായിട്ട് അഭിനയിക്കുന്നതല്ലേ, അങ്ങനെ മേജറയുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് മറ്റേ സാധനമില്ലേ, ഈ കവറുമാരുള്ള ബെഡുണ്ട്, അതിലൊരു രാത്രി എല്ലാവരും കിടത്തി പിറ്റേ ദിവസം ഈ ഒരു റൂമിൽ ഡബ് ചെയ്തു എല്ലാവരും ലഗേജ് കൂടിയിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ട്രെയിനിൽ ഒന്നിച്ച് പോകുമ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുക, റിസർവേഷൻ തിരിച്ചു വരുമ്പോൾ റിസർവേഷൻ ഉണ്ടാക്കുക. 10-100 ആളെ കൊണ്ടുവരണ്ടേ, കുറെ ബുദ്ധിമുട്ടിയല്ലേ? അത് ബുദ്ധിമുട്ട് തന്നെ. ജമ്മുവിൽ ഇറങ്ങി ജമ്മുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, തിരിച്ചു വരുമ്പോൾ ജമ്മുവിൽ കയറ്റി ഇവരെ നാട്ടിൽ കൊണ്ടുവന്ന് വിടണ്ടേ. അവിടുന്ന് പൈസയും കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ, കാർഗിൽ നിന്ന് പോയിക്കോളാൻ പറയാൻ പറ്റില്ലല്ലോ. ഇവരെ കൊണ്ടുവന്ന് ജമ്മുവിലെത്തിച്ച് നമ്മൾ ജമ്മുവിൽ നിന്നൊരു വണ്ടി 2 ബസ്സാണ്. ആ ബസ് ലൊക്കേഷൻ ലോഡ് ചെയ്തു. അതെടുത്ത് നമ്മൾ അവിടെ പോയി, അത് എന്ന് ഡെയിലി രാവിലെ ഈ ആർട്ടിസ്റ്റിനെ വെച്ച് ലൊക്കേഷനിൽ പോകും. കാറുകളില്ല. ശരിക്കും മോഹൻലാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ സംഭവം അല്ലേ? ആരാധന ശല്യമൊന്നും ഇല്ലാത്തത് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആരാധന ശല്യം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പട്ടാളക്കാരുണ്ടല്ലോ, മലയാളീസ് വേറെ കയറ്റി വിടുന്നില്ലല്ലോ അല്ലേ? പട്ടാളക്കാരുണ്ടല്ലോ, അവർ ശല്യമില്ലെങ്കിലും ശല്യമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ബുദ്ധിമുട്ടാണ്, വേറെ രീതിയിൽ ബുദ്ധിമുട്ടും. കാരണം വെച്ചാൽ അവിടെ 5 മണിയാകുമ്പോഴേക്കും വിളിച്ചാവും, ഡേ ആവും. 8 മണിയാവും നൈറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഈ സമയം ഒന്ന് ആലോചിച്ച് നോക്കി. പകൽ സമയം അത്രയും സമയം അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. രാത്രി കുറവാണ്. പകൽ നല്ല ചൂട്, രാത്രി പൊടിഞ്ഞ തണുപ്പും. ഈ ചേട്ടൻ്റെ രവി സാറിൻ്റെ പടങ്ങൾ കൂടുതലും സൈന്യത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിലിറ്ററി ബേസുള്ള പടങ്ങളാണ്. ഒരു കുടുംബ കഥ എടുത്താൽ വിജയിക്കും തോന്നുന്നു. അങ്ങനെ ചെയ്യാനുള്ള തീർച്ചയായിട്ടും. പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല ഫോക്കസ് ചെയ്യാൻ തന്നെ മൂപ്പര് കുടുംബത്തെ വിജയിക്കുന്നതിനുള്ള തെളിവാണ്. മൂപ്പര് ഏത് പടത്തിലും ഒരു കുടുംബ സീൻ ഉണ്ടാവും. അത് നന്നായി ഓടും ചെയ്യുക പാട്ട്. കീർത്തിയക്കരയിലായാലും പിന്നെ കുരുക്ഷേത്രയിലായാലും ഒരു കുടുംബത്തിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരിക്കും. അത് നല്ലൊരു വിഷ്വൽസ് ആയിരിക്കും ചെയ്ത്. അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കീർത്തിയക്കരയിൽ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്യും. അതങ്ങനെ മൂപ്പര അനുഭവം പറഞ്ഞിട്ട് ഈ കീർത്തിചക്രയിൽ ചെയ്യാൻ തുടങ്ങി മോഹൻലാലിന് അതിനുശേഷം ഒരുപാട് ചെയ്ത് കണ്ടകര ചെയ്ത് മറ്റു പടങ്ങളെല്ലാം ഒരുപാട് വന്ന് എങ്കിൽ തന്നെ കർമ്മയുദ്ധം ഉൾപ്പെടെ എല്ലാം ചെയ്തെങ്കിലും ഒരു ആദ്യം ഉണ്ടായിരുന്നു ഈ സൈനിക ഭാഷയെ കൊണ്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം കഥ ഉണ്ടായിരുന്നു. അല്ല, അത് കഥ പറയാൻ മൂപ്പര് ഭയങ്കര കഴിവുള്ള ആളാണ്. കാരണം വെച്ചാൽ ഞാനും പിന്നെ
അദ്ദേഹം കൂടിയിട്ടാണ് ആദ്യം കഥ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ കാസർഗോഡ് കാഞ്ഞങ്ങാട് പടം നടക്കുക. വടക്കുന്നാഥൻ പടം നടക്കുമ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് വടക്കുന്നാഥൻ്റെ ആദ്യമായിട്ട് പിന്നെ സ്ക്രിപ്റ്റിന് പൈസ കൊടുക്കുന്നത് ഞാനാണ്, ഗിരീഷ് പുത്തഞ്ചേരിക്ക്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്നിട്ട് മാറി VK പ്രകാശ് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള മമ്മൂട്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വടക്കുന്നാഥൻ എഴുതുന്നത്. ഞങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയിട്ട് കുറേ കഥ പറഞ്ഞു ഇതിനെപ്പറ്റി. ഗിരീഷ് പുത്തഞ്ചേരി, ഞാൻ, VK പ്രകാശ്, NP പ്രകാശ് മദ്രാസിലെ വീട്ടിൽ. അങ്ങനെ ഞാനാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ് കഥ എഴുതി DTP എടുത്തിട്ട് മമ്മൂക്കയുടെ വീട്ടിലേക്ക് പുത്തഞ്ചേരി പോകുന്നു. ആ പടം നടന്നില്ല. 1,00,000 നമുക്ക് തിരിച്ച് തന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വടക്കുന്നാഥനിൽ അഭിനയിക്കാൻ വടക്കുന്നാഥൻ്റെ പടം തുടങ്ങിയപ്പോൾ എന്നെ ഗുണ്ടാവേഷത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഗുണ്ടല്ലാതെ എൻ്റെ ശരീരം കണ്ടു നോക്കുമ്പോൾ ഡയറക്ടർക്ക് തന്നെ ഒരു കലയാകലായി, ഇതാണോ ഗുണ്ട എന്നുള്ളതിൽ അവിടെ ചെന്നപ്പോൾ ഷമ്മിത്തലേൻ്റെ കൂടെ നടക്കുന്ന ഗുണ്ടകളായിട്ട് എന്നെ കൊണ്ടുപോയി അതിൻ്റെ 2-3 സീനിൽ വിട്ടു. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവുകൊണ്ട് അവിടെ ഈ കാഞ്ഞങ്ങാട് ടൗണിൽ നടന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ സ്നേഹത്തിലായി അവിടെ അടുത്ത്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുക, ആദ്യത്തെ എല്ലാം ഡൈവേഴ്സ് ഇരിക്കുന്ന സമയം സ്നേഹത്തിലായി എന്ന് മാത്രമല്ല. അപ്പോൾ എനിക്ക് കാസർകോട്ടേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വിടും. അപ്പോൾ മേജർ വരുന്നത് നമുക്ക് അമ്മയായിട്ട് മോഹൻലാൽ നല്ല അടുപ്പാണ്, ലാലേട്ടൻ. അമ്മ അവിടെ പോയി നിൽക്കുക ലാൽ സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ പല ഹിന്ദി കഥകൾക്കും കഥ പറഞ്ഞിട്ട് ഈ പടം ആവുന്നില്ല. ഹിന്ദിയിലാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അങ്ങനെ അമ്മ പറഞ്ഞു, നമുക്ക് നീ മോഹൻലാലിന് കൊണ്ടേ കൊടുക്ക്. ഞാൻ പറഞ്ഞു പറയും, അമ്മയ്ക്കറിയില്ലോ സിനിമയുടെ കാര്യമൊന്നും. അമ്മ ഒരു നാടൻ. അങ്ങനെ ഞാനും മേജറും കൂടിയിട്ട്, അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഈ കുട്ടീനെ കാണണം കാഞ്ഞങ്ങാട് നല്ല ഇൻട്രസ്റ്റിൽ. അപ്പോൾ ഞാനും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പോകാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും വന്ന് കാറിൽ പോയി കണ്ണൂർ മിലിറ്ററി ക്യാമ്പിൽ കിടന്നു. മിലിറ്ററി ഇതിൽ ഞങ്ങൾ കിടന്നു. രാവിലെ ആകുമ്പോൾ ചേട്ടനോട് ചോദിച്ചു, നമ്മളൊന്ന് പോകണോ? അത് കേട്ടാൽ അയാൾ സമ്മതിക്കുമോ? നമുക്ക് പോവാ, എന്ത് പോകാനായിട്ട്. നിങ്ങൾ പേടിയോടെ പോകുന്നത് കേട്ട സമ്മതിക്കുന്ന പേടിയോടെ നമ്മളിപ്പോൾ പോവാം, നമുക്ക് പോവാം, എന്ത് വന്നാലും വേണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പോവാന്ന് പറഞ്ഞു. പോയി. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ രാജൻ ഡോക്ടർ വീട്ടിലാണ് ലൊക്കേഷൻ. അവിടെ നമ്മൾ ലൊക്കേഷനിലാണെന്ന് അങ്ങനെ ചെന്നു. അപ്പോൾ പൊന്നമ്മ ചേച്ചി മോഹൻലാലെ കൂടിയാണ് വീട്ടിലൊരു സീൻ എന്തെടുത്തുകൊണ്ടിരിക്കുക ബിജിമേനെ കൂടിയിട്ട്. അങ്ങനെ ഒക്കെ താമസം അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ലാൽ സാറിനോട് ഏട്ടൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ആണോ, കഥയോ എന്ന് ചോദിച്ചു. അതെ, അന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ഒരു ആട്ടും ഞാനുണ്ട്, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതിൻ്റെ മുകളിൽ മൂപ്പര് ഇരുന്നിട്ട് ആടിയിട്ട് ഇത് കേട്ടു. ഇത് സ്ക്രിപ്റ്റാക്കി കേട്ടിട്ടില്ലേ? അപ്പോൾ എന്നോട് ഏട്ടൻ സേതു, എന്നെ സേതു എന്ന് വിളിക്കുക, ആ സ്ക്രിപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കാറിന്ന് സ്ക്രിപ്റ്റ് എടുത്തിട്ട് കൊടുത്തു വയ്ക്കുന്ന മൂപ്പര് നമശിവായ നമ്മുടെ സ്ക്രിപ്റ്റ് വാങ്ങി വെച്ചു. കുറച്ച് കഥ കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു, നമുക്കൊന്ന് റൂം പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഷൂട്ടിങ് കുറച്ച് താമസം. അപ്പോൾ ഓക്കെ, നമുക്ക് റൂം പോകാമെന്നാണ്. അവരൊരു കാറിൽ പോയി, ഞാൻ മേജറുടെ കാർ ഓടിച്ച് ബാക്കിലും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, അതിൽ അദ്ദേഹം താമസിച്ചിരുന്നു. അതിൽ വന്ന് കഥ പറഞ്ഞ് ഇറങ്ങണില്ല. ഉച്ചത്തൂണിൻ്റെ സമയം കഴിഞ്ഞു, 5 മണിയായി. 6 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ലാൽ സാർ ഓക്കെ ആയി എന്ന് മേജർ. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്യട്ടെ ഈ പടം എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ കാര്യമാണ്, അത് തുറക്കാൻ ചിലർ സമ്മതിക്കില്ല കമ്പനി, അത് വേണ്ട, നമുക്ക് വേറെ പ്രൊഡ്യൂസർ ഉണ്ടാക്കാം. നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്, ഇനി പഴഞ്ചോറാവും. നമുക്ക് ഇനി അടുത്ത 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി റൂം എടുത്താലും ഇനി നമ്മൾ ഈ ലൊക്കേഷനിൽ നിൽക്കരുത്. സിനിമയുടെ സ്വഭാവം സിനിമയുടെ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല, മലയാളത്തിൻ്റെ കഥ അറിയാലോ, ഇത് കൊളാവുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞ വാചകങ്ങളെ പറയുന്നുണ്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, 8:30 വരെ ഞാൻ വണ്ടി ഓടിക്കും. 8:30 കഴിഞ്ഞാൽ ഞാൻ 2:30 അടിക്കും, നിങ്ങൾ വണ്ടി ഓടിക്കുക എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. 8:30 കഴിഞ്ഞാൽ ഞാൻ 2:30 അടിക്കും, നിങ്ങൾ വണ്ടി ഓടിക്കുക. ഞങ്ങൾ ആ വരവ് അങ്ങനെ തന്നെ പോകുന്നു. ഇവിടെ വന്ന് എന്നിട്ടും കുറേ പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങളായിട്ട് നീങ്ങി. അങ്ങനെയാണ് കഥ. അത് മൂപ്പർക്കൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ ഇപ്പം എന്ത് പറഞ്ഞാലും
പല പടങ്ങളും അതിന് ശേഷം കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചു വരുത്തി എൻ്റെ വണ്ടിക്കൂലി തന്ന് ഇപ്പോൾ ഈ 1971 സ്ക്രിപ്റ്റൊക്കെ എന്നെ കൊണ്ട് ഇടിപ്പിച്ച് മൂപ്പര് കൊടുത്തിട്ട് അതൊരു അന്ധവിശ്വാസമാണ്. ഞാനത് ഏട്ടൻ്റെ കൊടുത്ത് ഏട്ടൻ കൊടുത്തു അങ്ങനെയാണോ ചെയ്യുന്നത് ഇപ്പോഴും? അല്ല ചെയ്തു. ലാസ്റ്റ് 1971 ഞാൻ ഇവിടെ തിരക്കുള്ള ഇരിക്കുമ്പോൾ എന്നെ കോഴിക്കോട്ടേക്ക് 12 പൈസ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി മുന്തിരി വെള്ളം അത് നടക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എൻ്റെ നിന്ന് വാങ്ങി അവിടെ കൊടുത്തു. അപ്പോൾ കീർത്തിയാക്കരങ്ങളെല്ലാം ഉണ്ടായി. അതുകൊണ്ട് എല്ലാ പടം അങ്ങനെ ആയിക്കോളാമല്ല. അല്ല, കീർത്തിയാക്കർ വൻ ഹിറ്റായി, നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറം പോയി. പക്ഷെ അതിനുശേഷം വന്ന പടങ്ങളൊക്കെ അത്രത്തോളം ആയിട്ടുമില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അതിൽ അല്ല അതങ്ങനല്ലേ ടൈപ്പായിട്ട് പോയതാണോ? ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഈ എനിക്ക് മകള് ആ പ്രേമാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കേട്ടോ. ആ കാഞ്ഞങ്ങാടത്തെ പ്രേമാണ് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ. അതാണ് കല്യാണം കഴിച്ചു. അന്ന് അവൾ സ്കൂൾ പഠിക്കുകയായിരുന്നു. അതിപ്പോൾ ഈ ആദ്യത്തെ കുട്ടി ഉണ്ടാകാൻ ലക്ഷങ്ങൾ ചിലവാക്കി ഉണ്ടായി. ഇനി അടുത്ത് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ടാന്നേ ഉള്ളൂ. കാരണം 9 കൊല്ലം കഴിഞ്ഞ് കുട്ടി ഉണ്ടായില്ല കണ്ടപ്പോൾ അതിന് ഇല്ലാത്ത ഡോക്ടർമാരും ലോകത്തില്ലാത്ത ആൾക്കാർ അതുമാതിരി തന്നെ മലയാള സിനിമയിൽ കീർത്തിയാക്കര ഉണ്ടായതും ആദ്യത്തെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ നമുക്കൊരു അഹങ്കാരമായി ഈ കുട്ടി ഉണ്ടായാലും ഇനിയിപ്പോൾ അടുത്ത കുട്ടിയല്ലേ എന്നുള്ള ലെവല്. അതുമാതിരി കീർത്തിയാക്കര കഴിഞ്ഞപ്പോൾ പടങ്ങളിലെ ശ്രദ്ധ കുറഞ്ഞു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. വൻ വിജയം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് പോയി. കാരണം ഇത് ആദ്യത്തെ പടം ആരും ചെയ്തല്ലോ. ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ് ആയാലും ആരും പടങ്ങളൊക്കെ ആദ്യത്തെ പടങ്ങളൊക്കെ ഉഗ്രമായിട്ട് അതെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് സാധനങ്ങൾ കൊണ്ടു നടക്കല്ലേ. പിന്നെ എല്ലാം ഈസി ആയി തോന്നുകയാണ്. ഈ കുരുക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ രണ്ടാമതൊരു പടം വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഇതിന് മേളിൽ പോകുന്ന പേര് തന്നെ ഒരു കിടിലം പേരാണ്. പക്ഷെ അതിന് എന്തായിരിക്കും സംഭവിച്ചത്? കഥയുടെ ഒരു ബലമില്ലായ്മ. അത് ഒന്നാമത് ഒരേ കഥ പട്ടാളം എന്ന് പറയുമ്പോൾ എന്നാലും പടം പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കിയ പടം. അതിൻ്റെ ഇടയിൽ പടം വന്നു മിഷൻ 90s അതിൻ്റെ മമ്മൂക്കാനെ വെച്ചിട്ട് 2007 മിഷൻ 90s 2008 കുരുക്ഷേത്രം. അപ്പോൾ പിന്നെ വേറൊരു രസകരം സംഭവിച്ചാൽ ഇവിടെ 2 കൊച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ 2 താരങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് നിദാനമായ ഒരു വീടാണ്. ഒന്ന് പ്രണവ് മോഹൻലാൽ കിടന്ന മുറിയാണ് അപ്പുറത്ത്, ഒന്ന് നയൻതാര അല്ലേ? അതൊക്കെ ഇവിടെ സ്ഥിരം വന്നിരുന്നു. നമ്മുടെ കാലം വെച്ചാൽ ഈ മെസ്സനക്കര എന്നുള്ള പടത്തിന് ഞാനായിരുന്നു പ്രേം എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് പറയും ഇതിനെന്നാ പറയുക ഒന്ന് പട്ടാമ്പി വിടുമെന്ന്. അന്ന് ഈ നയൻതാര ഈ ലെവലൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ അന്നേ സോപ്പടിച്ച് കൂടുകയില്ല. മാനേജറൊക്കെ നന്നായി പണിക്കൊന്നും നിൽക്കേണ്ടിയിരുന്നില്ല. അല്ല ഇത് അറിയില്ലല്ലോ, അന്നൊന്നും ഒരു പ്രതീക്ഷയില്ലല്ലോ. ഈ കുട്ടി ഒരു ശാന്തമായ സ്വഭാവം. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതോടുകൂടി കഴിഞ്ഞു, തീർന്നു. ഈ പടത്തോടു കൂടി കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നു. അന്നൊക്കെ മാനേജറായ പിന്നെ എന്തിനാ അപ്പോൾ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലിരിക്കുക എനിക്ക് സാമ്പത്തികമായിട്ടും എന്ത് കാര്യമായിട്ടും. അതിനുശേഷം നയൻതാര കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതേമാതിരി ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് വിനയൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് ഫെഫ്കിം മാക്ടിയും നമ്മൾ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഫോൺ വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഗുണ്ടാന്നുള്ള പേര് വേണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പലതിക്കലും ഉണ്ട് എന്നുള്ളത്. ഫോണ് ദിലീപൊക്കെ ഷൂട്ട് ചെയ്യുക, പിന്നെ അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്ത ബോഡി ഗാർഡ്. അപ്പോൾ സിദ്ദിഖിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ മേജർ രവിയെ വിളിച്ച് അവിടെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്, സിദ്ദിഖിനെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക, പടിയൊക്കെ തരത്തിൻ്റെ പരിക്കാശ്ശേരി മനക്കിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കല്യാണ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ ഫ്രണ്ടിലെ വണ്ടി അവിടെ എത്തുമ്പോഴേക്കും 60ഓളം ആളായിട്ട് നമ്മളിത് പോവുക. എന്താ ദൈവം സഹായിച്ച് നമ്മൾ വിളിച്ചാൽ ആളുകൾ വരാനുണ്ട്. വടിയും കുന്തും സാധനങ്ങളൊക്കെ ആയിട്ട് വരിക്കാശ്ശേരി മേഖലയിലേക്ക് പോവുക. പിറ്റേ ദിവസത്തെ പേപ്പറിലൊക്കെ ഭയങ്കര ഫോട്ടോ ഉണ്ടായിരുന്നു. എന്ന് ചെന്ന് അത് വിഷയമാക്കണം. അങ്ങനെ അകത്ത് കയറി അവിടുന്ന് അടിമ്പാളൊക്കെ ആയി പിറ്റേ ദിവസം ഞാൻ പോലീസുകാരെ ഉന്തി പോകുന്നൊരു ഫോട്ടോ ഒക്കെ മനോരമയിൽ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു അന്ന്. അപ്പോൾ ആ ഗുണ്ടായിസൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളവിടെ ചെന്നു സഹായിച്ചു. അത് നമ്മൾ വേറെ വല്ല രീതിയിലും ചെയ്യുക അല്ലെങ്കിൽ അവനോട് ഇടപെടാത്തൊരു കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ 4 ആൾ ഗുണ്ടകളെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ സ്വഭാവമാണ്. അവരെ ഒഴിവാക്കുക എന്നത്.